ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ സച്ചിയെ രേവതി അടക്കം എല്ലാവരും നിന്ന് സംശയിക്കാനുള്ള, അതും ശരത്തിൻ്റെ വാക്ക് കേട്ടിട്ടാണ്. ശരത്ത് അതേ രീതിയിൽ നല്ല കള്ളം പറഞ്ഞിട്ടാണ് എല്ലാവരും വിശ്വസിപ്പിക്കുന്നത്. അതായത് സച്ചിയേട്ടൻ മനഃപൂർവ്വം തന്നെ ഉപദ്രവിക്കുമായിരുന്നു എന്നും സച്ചിൻ എൻ്റെ കൈ ഒടിക്കുന്ന സമയത്ത് മദ്യലഹരിയിലൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് ശരത്ത് പറയുന്നത്. അതുമാത്രമല്ല, മഹേഷ് മനഃപൂർവ്വം ആന്റണിയെ ഉപദ്രവിക്കുമായിരുന്നു എന്നും അത് തടയാൻ ഞാൻ ചെന്നപ്പോഴാണ് സച്ചിയേട്ടൻ തൻ്റെ കൈ ഒടിച്ചതുമെന്നൊക്കെ ശരത്ത് പറയുന്ന സമയത്ത് രേവതിക്ക് തൻ്റെ സഹോദരനോടുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ കാരണം കൊണ്ട് ശരത്ത് പറയുന്ന എല്ലാം തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. എന്നാലൊരു ചോദ്യം വരുന്നുണ്ടല്ലേ, ഈ കാര്യത്തിന് സത്യസന്ധമായ രീതിയിൽ തന്നെ സച്ചിയോടൊപ്പം നിൽക്കുന്ന രേവതി എന്തുകൊണ്ടായിരിക്കും തൻ്റെ അനിയൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ചെന്ന് എല്ലാവരും തന്നെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? അതിന് കാരണം മറ്റൊന്നുമല്ല, അനിയനോടുള്ള വിശ്വാസവും അതിലുപരി നമ്മുടെ സച്ചിയുടെ പെരുമാറ്റം. അതായത് ശരത്തിൻ്റെ കൈ ഒടിഞ്ഞ് ആശുപത്രിയിലേക്ക് വരാനൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി വിളിക്കുന്ന സമയത്ത് നല്ല രീതിയിലല്ല അല്ലേ സച്ചി പെരുമാറുന്നത്. എന്നാൽ സച്ചിയുടെ സങ്കടങ്ങളോ മാനസിക വിഷമങ്ങളോ ഒന്നും തന്നെ രേവതി മനസ്സിലാക്കുന്നില്ല എന്നൊരു ചോദ്യവും അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു പ്രശ്നം അവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചെമ്പനിപ്പോൾ അടുത്ത് തന്നെ വരാനിരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് കേട്ടോ. നമ്മുടെ സച്ചി ശരത്തിൻ്റെ കൈ ഒടിച്ചതിൻ്റെ പേരിൽ ശരത്ത് 6 മാസം റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ശരത്ത് ഡ്യൂട്ടിക്ക് ഇറങ്ങാനായിട്ടാ പോകും. ആന്റണിയുടെ കൂടെ ജോലിക്കാണെന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. ഈ ഒരു സമയത്ത് ലക്ഷ്മിയും രേണുവും ഒക്കെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശരത്ത് താൻ ജോലിക്ക് പോകുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കാൻ കേട്ടോ. ഈ ഒരു സമയം തന്നെ അമ്മ രേവതിയെ വിളിച്ചു വരുത്തുകയാണ്. രേവതി വന്നിട്ട് ശരത്തിനോട് സംസാരിക്കുന്നുണ്ട്. നീ ഇനി ആന്റണിയുമായിട്ടൊരു കൂട്ടിന് പോകരുത്, അവൻ്റെ കൂടെ പിരിവിന് പോയി കഴിഞ്ഞാൽ നിനക്ക് ഇനിയും തല്ലുകൊള്ളും, നിന്റെ റെസ്റ്റ് ഒന്നും മാറിയിട്ടില്ല എന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിലും ശരത്ത് പറയുകയാണ്, ആന്റണി ചായൻ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല, ആന്റണി ചായൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്, അദ്ദേഹം ഇപ്പോൾ നല്ല ബിസിനസ് ചെയ്ത് ജീവിക്കുകയാണ്, പണ്ടത്തെ പോലെ അടിയും പിടിക്കൊന്നും പോകുന്നില്ല, ഞാൻ അവിടുത്തെ ഓഫീസിലെ ഡാറ്റ എൻട്രി വർക്കാണ് ചെയ്യുന്നത്, അതനുസരിച്ച് ശമ്പളവും എനിക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആന്റണി ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ടാണ് ശരത്ത് സംസാരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ രേവതി ശരത്തിന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതിയോടായിട്ട് ശരത്ത് പറയുന്നുണ്ട്, ചേച്ചി പണമില്ലാതെ ഒരു കാര്യവും നടക്കില്ല, എൻ്റെ ചേച്ചിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ ആ വീട്ടിൽ ഇത്രയധികം കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നല്ലോ, എന്തായാലും ചേച്ചിനെ കെട്ടിച്ച് വിട്ട പോലത്തെ ഒരു വീട്ടിലേക്ക് എന്തായാലും ഞാൻ രേണുവിനെ കെട്ടിച്ചുവിടാൻ തീരുമാനിച്ചിട്ടില്ല, അവൾക്ക് വേണ്ടി നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണം, മാത്രമല്ല നല്ലൊരു തുകയിൽ സ്ത്രീധനം കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ അവൾക്ക് കഷ്ടപ്പെടേണ്ടിയൊന്നും വരില്ല, പിന്നെ ചേച്ചിയുടെ കിട്ടിയവനില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചേച്ചിയുടെ കിട്ടിയവനോ, അത് നിന്റെ സ്വന്തം ചേട്ടനല്ലേടാ എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും ചേട്ടനുള്ള സ്ഥാനങ്ങളും സ്നേഹമൊക്കെ തന്നാലല്ലേ അങ്ങനെ വിളിക്കാൻ പറ്റുകയുള്ളൂ, എനിക്ക് ചേട്ടൻ്റെ സ്ഥാനത്തൊന്നും ആന്റണി ചേട്ടൻ തന്നെയായിരിക്കും, പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജോലിക്ക് പോവുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 പേരെയും ധിക്കരിച്ചിട്ടാണ് ശരത് ജോലിക്കായിട്ട് പോകുന്നത്. എന്നാൽ ശരത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്നത് നേരെ പോയി സച്ചിയെ കാണുക, സച്ചി തൻ്റെ കൈ ഒടിച്ചതിന് പകരമായിട്ട് ചെറിയൊരു പ്രതികാരം പോലെ എന്തെങ്കിലുമൊക്കെ വീട്ടുക എന്നൊക്കെ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് കൂട്ടുപിടിക്കുന്ന ആന്റണിയാണ്. ആന്റണിയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ ശരത്ത് മേടിക്കാണ്ട്, എന്നിട്ട് ഈ ഒരു തുക സച്ചിയുടെ മുൻപിൽ കൊണ്ടുവച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ പിച്ചക്കാശാണിത്, നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച പൈസയാണിത്, ഈ പൈസയുടെ പേരിലല്ലേ നിങ്ങൾ എൻ്റെ കൈ ഒടിച്ചത്, നീ ഇനി മേലിൽ എൻ്റെ വീട്ടിലേക്കോ എൻ്റെ കുടുംബക്കാര്യത്തിലോ കൈ കെടുത്താൻ വരരുതെന്നൊക്കെ ശരത്തിങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്ക് വിഷമമാകുന്നുണ്ടെങ്കിലും സച്ചി പ്രത്യേകിച്ചൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല. എന്നിരുന്നാലും ചെറിയ ചെറിയ ഡോസൊക്കെ ഇടയ്ക്ക് ശരത്തിനൊക്കെയായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നാക്കുകൊണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ശരത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനൊരു ലെവലിൽ എത്തുമെന്ന്, എനിക്ക് എന്തിനും കൂട്ടായിട്ട് എൻ്റെ ആന്റണി ചേട്ടനുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പാടില്ല അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതൊക്കെ കേട്ടുകൊണ്ട് മാറി നിന്ന്, അതായത് ചേട്ടനും അനിയനും തമ്മിലുള്ള തമ്മിത്തല് കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ ആന്റണി. അതിനുശേഷം ശരത്ത് പറയുന്നുണ്ട്, ഓ ഞാൻ കൊണ്ടേ വെച്ച പണം നിങ്ങൾക്ക് വേണ്ടായിരിക്കുമല്ലേ, എന്നാൽ ശരി ഞാനിത് എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ആ 1 ലക്ഷം രൂപ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് വേഗം തന്നെ സച്ചി ശരത്തിൻ്റെ കൈക്ക് തട്ടി മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ആ 1 ലക്ഷം രൂപ എടുത്തിട്ട് പറയാണ്, നീ പിച്ചക്കാശ് എന്ന് പറഞ്ഞ് കൊണ്ടുവച്ച് ഈ തുകയില്ലേ, ഈ ഒരു തുക എൻ്റെ അച്ഛൻ്റെ അധ്വാനമാണ്, വിയർപ്പാണ്, അതുകൊണ്ട് ഈ ഒരു പൈസ നിനക്ക് ഞാൻ വിട്ടു തരികയില്ല മഹേഷ്, ഇതൊന്ന് കൃത്യമായി തന്നെ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിൻ്റെ കയ്യിൽ പണം ഏൽപ്പിക്കുകയാണ്. മഹേഷ് ആണെങ്കിൽ 1 ലക്ഷം രൂപ എണ്ണി തിട്ടപ്പെടുത്തുകയും ചെയ്യും കേട്ടോ. അതിനുശേഷം ശരത്തിനെ ശാരീരികമായി തന്നെ വേദനിപ്പിച്ചില്ല എങ്കിലും മാനസികമായി നല്ല രീതിയിൽ തന്നെ സച്ചി വേദനിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടു നിന്നുകൊണ്ട് തന്നെ ആന്റണിക്കും സഹിക്കാനാവുന്നില്ല കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ആന്റണിക്കിട്ട് ഓരോ കുത്തൊക്കെ സച്ചി കൊടുക്കുന്നുണ്ട്. ആന്റണി വേഗം ചെന്ന് സച്ചി തല്ലാനൊരുങ്ങുന്ന സമയത്ത് നല്ലത് തന്നെ നമ്മുടെ ആന്റണിക്ക് സച്ചിയുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിടിച്ചു മാറ്റാണ്ട് ശരത്ത് ശ്രമിക്കുന്ന സമയത്ത് നിന്റെ ഒരു കൈ ഒടിച്ചിട്ടുള്ളൂ, മറ്റേ കൈ കൂടെ ഒടിക്കണോ, മാറി നിൽക്കുന്നൊക്കെ പറയുകയാണ് സച്ചി. വലിയ പുലിയായിട്ട് വന്ന ആന്റണിയും ശരത്തും കൂടി പൂച്ചയായിട്ടാണ് അവിടെ നിന്ന് മടങ്ങി പോകുന്നത്. അപ്പോൾ ഇവർ പോയി കഴിയുമ്പോഴത്തേക്കും സച്ചിയോടായിട്ട് മഹേഷ് ചോദിക്കുന്നുണ്ട്, എടാ സച്ചി ഈ 1 ലക്ഷം രൂപ നീ എങ്ങനെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന പറയുന്നത്, ഈ പൈസ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചോദ്യം വരും, നിനക്ക് എവിടെ നിന്ന് ഈ പൈസ കിട്ടിയെന്നും ആര് കൊണ്ടു തന്നു എന്നൊക്കെ ചോദ്യം വരുന്ന സമയത്ത് നീ എന്ത് പറയും എന്നൊക്കെ മഹേഷ് ചോദിക്കുമ്പോഴത്തേക്കും അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പൈസയുമായിട്ട് സച്ചി വീട്ടിലേക്ക് ചെല്ലുന്നത് കേട്ടോ.
ചെന്നതിന് ശേഷം അച്ഛനെയും അമ്മയും വീട്ടിലുള്ള എല്ലാവരും വിളിച്ചു വരുത്താണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയുടെ കയ്യിൽ നിന്ന് നേരത്തെ കള്ളന്മാർ 1,00,000 രൂപ തട്ടിപ്പറിച്ചുകൊണ്ട് പോയില്ലേ, ആ ഒരു പൈസ തനിക്ക് കിട്ടി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും അതിശയത്തോടെ തന്നെ നോക്കുകയാണ്. ഈ ഒരു സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു കൂട്ടുകാരൻ പോലീസിലുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തില്ലായിരുന്നോ, അതനുസരിച്ചാണ് അവൻ ഈ ഒരു പൈസ എൻ്റെ കൊണ്ട് തന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേഗം തന്നെ ചന്ദ്ര ചോദിക്കുകയാണ്, ആരാണ് ആ കള്ളൻ, അവൻ എനിക്കൊന്ന് കാണിച്ചു തരണം, എൻ്റെ കയ്യിൽ നിന്ന് ആ 1,00,000 രൂപ തട്ടിക്കൊണ്ട് പോയിട്ട് ഞാൻ എന്ത് പാടുപെട്ടു എന്നറിയാമോ, അവൻ ആരാണെന്ന് ആ പോലീസുകാരൻ തീർച്ചയായിട്ടും അറിയും, ഞാൻ പോലീസുകാരനോട് വിളിച്ച് ചോദിച്ചേ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും അതൊന്നും എനിക്കറിയില്ല, ഞാനത് ചോദിച്ചേ ഇല്ല, നമുക്ക് നമ്മുടെ പൈസ തിരിച്ചു കിട്ടി അതറിഞ്ഞാൽ പോലെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രുതി വേഗം പറയുന്നുണ്ട്, ഏത് പോലീസുകാരനാണ് സച്ചിയുടെ കൂട്ടുകാരൻ എന്ന് പറയുന്നത്, ആൻറ്റി നേരത്തെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഈ പൈസ പോയ സമയത്ത് കൊടുത്തിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനൊന്നും കൊടുത്തില്ല എന്ന് ചന്ദ്ര പറയാണ്. വേഗം തന്നെ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി കംപ്ലൈൻറ്റ് കൊടുത്തില്ല, പിന്നെ ആരാ കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് സച്ചി പറയുന്നത് ചോദിക്കുന്ന സമയത്ത് കംപ്ലൈൻറ്റ് കൊടുത്ത് വേറെ ഞാൻ തന്നെ കൊടുത്തതെന്ന് സച്ചി മറുപടി പറയുന്നുണ്ടെങ്കിൽ ശ്രുതി അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ. ശ്രുതി വേഗം തന്നെ പറയാണ്, ശരി സച്ചി കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് വിചാരിക്കട്ടെ, പക്ഷേ ആ 1,00,000 രൂപ കൊണ്ടുപോയ കള്ളൻ കറക്റ്റായിട്ട് 1,00,000 രൂപ എങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു, ഒരു ഒറ്റ പൈസ പോലും ചിലവാക്കിയില്ലല്ലോ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്ന സമയത്ത് എല്ലാവർക്കും ആ ഒരു സംശയം തോന്നുന്നുണ്ട്. പക്ഷേയും പറയുന്നുണ്ട്, ശരിയാണല്ലോ, പൈസ എടുത്തുകൊണ്ട് പോയ ഒരു പൈസ പോലും ചിലവാക്കാതെ ഇത്രയും നാൾ എങ്ങനെ ഇങ്ങനെ സൂക്ഷിച്ചു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സച്ചി ഒന്ന് പതറുകണ്ട. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് പണം കിട്ടിയതാണ് പ്രശ്നം, നമുക്ക് കിട്ടാനുള്ളത് കിട്ടി, കള്ളന്മാർ എന്താണെന്ന് വെച്ചാൽ ആ പോലീസുകാർ ചെയ്തോളും, അതിനിപ്പോൾ നമ്മളിനി എന്തിനാ അതേക്കുറിച്ചൊക്കെ അന്വേഷിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആ ഒരു വിഷയം അവിടെ നിർത്തുകയാണ്. എന്നാൽ റൂമിലേക്ക് ചെന്നതിന് ശേഷവും ശ്രുതി ഇതേക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എന്തോ ഒരു കള്ളത്തരം ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. റൂമിലേക്ക് ശ്രുതി വരുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രുതി പറയുമ്പോഴത്തേക്കും അതിന് സച്ചി പറഞ്ഞില്ല അവൻ്റെ കൂട്ടുകാരൻ കൊടുത്ത പണമാണെന്ന്, പിന്നെ നീ എന്തിന് ഇത്രയധികം ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ശ്രുതിയോടായിട്ട് ചോദിക്കുന്ന സമയത്ത്, ശ്രുതി നിനക്ക് ബുദ്ധിയില്ല, നീ എന്തിന് ഇത്രയധികം പഠിച്ചത്, കുറച്ച് കോമൺ സെൻസോട് കൂടിയൊക്കെ ചിന്തിച്ച് നോക്ക്, ഏതെങ്കിലും കള്ളന്മാർ ഇത്ര നാളായിട്ടും ഒരു പൈസ പോലും എടുക്കാതെ എങ്ങനെ ഇത് സൂക്ഷിക്കുമെന്ന് പറയുന്നത്, അതുമാത്രമല്ല ഒരു തെളിവുകൾ പോലും നൽകാതെ, അതുമാത്രമല്ല പിടിക്കപ്പെട്ട കള്ളനെ കുറിച്ച് സച്ചി ഒരു വിവരവും നൽകാതോടെ തന്നെ സച്ചിക്ക് പ്രിയപ്പെട്ട ഒരാളായിരിക്കും കള്ളൻ, അതുമല്ല എന്നാണെങ്കിൽ സച്ചി തന്നെയായിരിക്കും കള്ളൻ എന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്താണ് നമ്മുടെ രേവതി അതിൽ പാസ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ സംസാരം കേൾക്കുമ്പോഴത്തേക്കും രേവതിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ശ്രുതി പറയുന്നതിൽ എന്തൊക്കെയോ ഒരു കാര്യങ്ങളുണ്ടെന്ന് രേവതിക്കും വ്യക്തമാവുകയാണ്. അപ്പോൾ 1,00,000 രൂപ തട്ടിക്കൊണ്ടു പോയിരിക്കുന്ന കള്ളൻ സച്ചിയുടെ പ്രിയപ്പെട്ട ആരോ ആണെന്നുള്ള സത്യം ശ്രുതിക്ക് മനസ്സിലായിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനുള്ളതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.